തമിഴ്നാട്ടിൽ നിന്നും 11 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ യുവതിയെ തേടി ക്രൈംബ്രാഞ്ച് സംഘം പത്തനംതിട്ടയിൽ കോയമ്പത്തൂർ കരുമത്താമ്പട്ടി സ്വദേശിനി ധരിണി ഇവിടെയുമെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഉയരം 5 അടി 7 ഇഞ്ച്, വെളുത്ത നിറം, കണ്ണടയുണ്ട്, വലത് കവിൾത്തടത്തിൽ അരിമ്പാറ. 2014 സെപ്റ്റംബർ 17 കാണാതാകുമ്പോൾ ധരണിക്ക് പ്രായം 38 വയസ്സ്, അവിവാഹിത, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിണി. ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുന്ന പ്രകൃതമുള്ള ധരണി ആരാധനാലയങ്ങളിലെ സന്ദർശനത്തിൽ അതീവ തൽപരയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളിലോ കോളേജിലോ ട്യൂഷൻ സെന്ററിലോ ഇവർ ജോലി ചെയ്യാനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് നൽകുന്നത്. 2015 ഫെബ്രുവരി 27 ധരണി ചെങ്ങന്നൂർ മുതൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം വരെ സഞ്ചരിച്ചു എന്ന സൂചനകളെ തുടർന്നാണ് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് CID വിഭാഗം പത്തനംതിട്ടയിൽ എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന് ജില്ലാ പോലീസിന്റെ സഹായവും തേടി. തിരുപ്പൂർ, അവിനാശി, കോയമ്പത്തൂർ, കുമരത്താപ്പട്ടി എന്നിവിടങ്ങളിൽ മുൻപ് താമസിച്ചിരുന്നു. ഒന്നിലധികം ഇമെയിൽ ഐഡികളുള്ള ആളാണ്. എന്നാൽ പത്തനംതിട്ടയിലെത്തിയ ശേഷം ഇവർ ഇമെയിൽ മുഖേനയുള്ള ആശയവിനിമയം ഏതും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇമെയിൽ ഐഡികൾ ഒഴിവാക്കിയതായും സംശയമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ഇവർ ഇത്തരം അക്കൗണ്ടുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ധരണിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. ധരണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നവർ കോയമ്പത്തൂർ സിറ്റി ക്രൈംബ്രാഞ്ച് CID വിഭാഗവുമായി ബന്ധപ്പെടണം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.